ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ്, മോർണിംഗ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി, സുഖിലാണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ കഴുകി, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാളായില്ലേ നമ്മൾ കഴുകൊക്കെ നനച്ചിട്ട് ഇവിടുന്ന് ഒരാഴ്ച പോയതായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലും സുഖിലാട്ട മീറ്റിങ്ങിനൊക്കെ പോയതുകൊണ്ട് നമ്മൾ കഴുകൊന്നും നനയ്ക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ ഇങ്ങനെ വെള്ളം നമ്മൾ ഡയറക്റ്റായിട്ട് കിണറ്റുന്നതാണ് അടിക്കൽ. അപ്പോൾ വെള്ളത്തിന് ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ, ഒരു ചീഞ്ഞ സ്മെല്ലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് സംഭവം എന്താണെന്ന് വീട്ടിൽ കിട്ടിയത്. അപ്പോൾ അതാ ഇവിടെ ഏട്ടന് രാവിലെ തന്നെ ചെറിയ പണി ഇട്ടിട്ടുണ്ട്. ഇന്ന് എപ്പോഴാണ് പോകുക എന്നൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. അപ്പം എന്താന്ന് ഞാൻ കാണിച്ചു തരേ. ഇതാണ് ഞങ്ങളുടെ കിണർ കണ്ടോ, ചീഞ്ഞ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കഫക്കെട്ടായിട്ട് വല്ലാണ്ട് കണ്ട് സ്മെല്ലില്ല. അപ്പം ഇതിൽ കണ്ടോ ഒരു കോഴി ചത്ത് കിടക്കുന്നുണ്ട്. ഈ വെള്ളമാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെയൊക്കെ കുടിച്ചത്. അപ്പോൾ എന്താണ് സംഭവം എന്നൊന്നും അറിയണില്ല. എന്തായാലും ഞങ്ങൾ കോഴീനെ എങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് കിണറൊന്ന് തേവണം. ഇത് കഴിഞ്ഞൊരു പരിപാടി നടക്കുന്ന ദിവസം ഒക്കെ തന്നെയാണ്. എന്താ ഇപ്പം ചെയ്യണം. ഇതാണ് കോഴി. സംഭവയ്ക്ക് വല്ലാണ്ട സ്മെല്ലില്ല കേട്ടോ. അതേപ്പം ഞാനിവ നിർത്തവിടെ നിൽക്കൂല. സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ കുഴിച്ചിടാൻ പോവുകയാണ് ഫ്രണ്ട്സ്. ഞങ്ങളിതാ സ്ഥിരമായിട്ട് കോഴീനെ കുഴിച്ചിടുന്ന സ്ഥലമാണ്. കോഴീൻ്റെ എല്ലുകളൊക്കെ ഉണ്ട് ഈ കാണുന്നത്. അവിടെ കോഴീനൊക്കെ കുഴിച്ചിട്ട് വരുന്നുണ്ട്. കഴിക്കോട്ടൊക്കെ അതാണ് ഞങ്ങളെ കഴിക്കോട്ട്. മനസ്സിലാക്കണം നിങ്ങൾ. പൂവാണ് കേസ്. വെള്ളം ഓണാക്കിയിട്ടുണ്ട്. കാണാതെ നമ്മളെ തേക്കണ്ടത്. ഈ ചീഞ്ഞ മണത്തിൽ ആരും കേൾക്കൂല. ടാങ്കത്തെ വെള്ളാട്ടത് നമ്മൾ കണ്ടപ്പോൾ ഇനിയിപ്പോൾ ടാങ്കും നേരാക്കണ്ടേ. അതൊക്കെ നമ്മൾ ചെടികൾക്കൊക്കെ നനച്ച് കൊടുക്കാനും എല്ലാവർക്കും വെള്ളം കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ ടാങ്കൊക്കെ കഴുകാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. റെഡിയായോ? ഇല്ല, നല്ല ഉറപ്പുണ്ടല്ലേ? സാഡായോ? സാഡായോ? നോക്കി അല്ലേ പിന്നെ നിങ്ങൾ തന്നെ വരേണ്ടി വരും. ഇതെന്താന്ന് നിങ്ങൾക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ലല്ലോ. കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ തൊട്ടടുത്തുള്ള നമ്മളാദ്യം നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് നില അടിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടാങ്കൊക്കെ ക്ലീൻ ആക്കിയിട്ട് അവിടെ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊക്കെ വേണ്ടി നോക്കാൻ പോയപ്പോൾ അവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് വെള്ളം അടിക്കാൻ. എൻ്റെ കൂടെ ഉള്ളത് നേരാക്കാനുള്ളത് ആരാണ്? അമ്മാണി അല്ലേ? ഇപ്പം ഇതൊന്ന് നേരാക്കിയിട്ട് വേണം വല്ലതും കഴിക്കാന്നുണ്ടെങ്കിൽ തുള്ളി വെള്ളം പോലും ഇപ്പോൾ കുടിക്കാൻ കണ്ടിട്ടില്ലേ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ വെള്ളം കുടിക്കാൻ കൂടി പ്രയാസമാണ്. അതാ പോവുകയാണ്. ഇതാണ് നമ്മുടെ തറവാട്. അവിടെ ഇപ്പോൾ വാടകയ്ക്ക് ആൾക്കാരുണ്ട്. അതാ ഏട്ടൻ കണ്ടോ അവിടെ ഇരിക്കുന്നു. അതവിടെ നിന്ന് എടുക്കുക ചെയ്യണത്. വെള്ളം ഇനി വേറെ എവിടെയും പൊട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പെട്ടു കേട്ടോ. ജോയിൻ്റ് അപ്പോൾ നമ്മൾ പൈപ്പൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണമെങ്കിൽ കേട്ടതൊന്ന് വിശദീകരിച്ചു. എന്താട്ടങ്ങൾ ഇങ്ങനെ അറിയണേ. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കല്ലേ. ചൂടാക്കിട്ടേ തൊട്ടോക്കെ അപ്പൊ ഇതേപോലെ ലൂസാവും. അപ്പോൾ ലൂസായി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അറിയാം, ഇതിങ്ങനെ എടുത്താൽ ഇച്ചിരി സോൾവെന്റ് ഉണ്ടാവും. അതാണ് സോൾവെന്റ് ഒന്നും അറിയണ്ടാവില്ലല്ലോ എല്ലാവർക്കും. ഇങ്ങനെ കുറച്ച് തട്ടി കൊടുക്കുക. ഇങ്ങനെ കുറച്ച് നമ്മൾ പറ്റി കൊടുത്തതിന് ശേഷം
ഈ ഒരു സാധനം ലൂസായതില്ലേ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഫിക്സ് ചെയ്യല്ലേ. ഈ സോൾവെന്റ് നമ്മൾ എന്തിനാണ് ചെയ്തത്? അത് അതാ നമ്മൾ അതൊന്നും എല്ലാവർക്കും അറിയില്ലല്ലോ, അപ്പം അതൊക്കെ നമ്മൾ പറയണ്ടേ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഓ സൂര്യപ്രകാശം. ഇനി നമുക്കൊന്ന് പോയി മോട്ടർ ഇട്ടാലോ? ഒട്ടിച്ചപ്പത്തിന് ഇടാൻ പറ്റില്ല. ഒരു കാട്ടിലേക്ക് കിട്ടിയില്ല. ഞാൻ അതിനെ വേഗം ക്യാമറ ഓൺ ആക്കിയത്. നിങ്ങളെ മയക്കണതേ ഈ കിടുങ്ങാമണിയേ, ഇയാള് കീർമാണി. ഇതാ ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടോ നോക്കാൻ പോവാം. വാങ്ങിയോ? നമ്മൾ പോവാണ്. ഇനി നമുക്ക് ടാങ്ക് കഴുകണം. ഇതിന്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഞാൻ കുട്ടീനെയും കൊണ്ട് വന്നപ്പോഴേക്കും ഇതിന്റെ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പൊ ടാങ്ക് ക്ലീൻ ചെയ്യാണ്. പുതിയതായിട്ട് കണ്ടുപിടിച്ചതല്ലേ. നമ്മളിവിടെ ഇങ്ങനെ ടാങ്കിന് പൈപ്പ് തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ, വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവൻ്റെ ഏട്ട എനിക്ക് വയ്യ. ഇതാ അവിടെ ടാങ്ക് കഴുകാണ് കേട്ടോ. അപ്പം ഞങ്ങളോട് മോട്ടർ ഓഫാക്കാൻ പറഞ്ഞു. പോയി ഓഫാക്കട്ടെ കേട്ടോ. അയ്യോ ഗായ്സ് പറ്റ കുഴങ്ങിയിട്ട് ചെയ്യാം. നടത്തം രാവിലെ തന്നെ പെട്ടു. അതിൻ്റെ അടുത്ത് നമ്മളൊക്കെ ഒരു മണിയുണ്ട് കേട്ടോ. വേറെ ആരുമില്ല ഒന്ന് ഏൽപ്പിക്കാൻ. അല്ലെങ്കിൽ അഥവാ മേലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ പണിയാകും. അപ്പം ഞാൻ തന്നെ കൊണ്ടുപോട്ടെ അല്ലേ? ആ നിനക്ക് മൂളോ ഞങ്ങൾ ഞങ്ങൾ മോട്ടർ ഓഫാക്കാൻ പോവാണ്. മോട്ടർ ഓഫാക്കട്ടെ കേട്ടോ. ഇനി അവിടെ നിന്ന് ഓഫാക്കാം എന്നെ പണി. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ. എന്നാ ഞാൻ ഓഫാക്കിയിട്ട് വരാം കേട്ടോ. നമ്മുടെ ടാങ്കിലൊക്കെ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. നമ്മളോട് മോട്ടറൊക്കെ ഓഫാക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് റവമാവും ചായയാണ്. അപ്പോൾ ചായ ഉണ്ടാക്കട്ടെ. നേരെ 9:30 എപ്പോഴാണ് പോകുന്ന യാതൊരു പിടുത്തവും കിട്ടണില്ല. എന്തായാലും വിശക്കുന്നുണ്ട്. അപ്പോൾ വേഗം നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ്. എന്നിട്ട് നമുക്ക് പോണ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതാ ചായയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. സമയം 10 മണിയായിട്ടുണ്ട്. ഒരു പരിപാടിക്ക് പോണ സമയമാണ്. എന്താ ചെയ്യുക ഗൈസ്, നമ്മളൊന്ന് പെട്ട് പോയതാണ്. അപ്പം എന്തായാലും നമുക്ക് പോവാം. എപ്പോഴും ടച്ചാ ഇന്നത് വല്ലാത്ത ദിവസമായി പോയിട്ടോ. എന്താ ചെയ്യാ, ഇങ്ങനെയും ചില ദിവസങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ പോവാണ് അറിയേ. എന്തിനാ കയ്യണുഞ്ഞ കുഞ്ഞാ അങ്ങള് പോയിട്ടാ? നെയ്യ് പോരണോ? ഇവിടെ നിക്കേ മോളെ ചേച്ചിക്ക് മുമ്പോട്ടാ. ഞങ്ങള് പിന്നെ പോകണേ ഞങ്ങള് മുന്നിക്കാണ്. എന്താ പറയണ്ടേ? പൊട്ടച്ചീന ഞാനിടല്ല. എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കാണ്. അപ്പോൾ നമ്മുടെ മോട്ടറിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് വെള്ളം കുറയണില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ പൂക്കോട്ടും അടുത്ത് പോയാണ്ട് ഒരു മോട്ടർ പൈപ്പ് കൊടുന്ന് വെള്ളം അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, കിണർ തേവാൻ വേണ്ടിയിട്ട്. ഭയങ്കര വെയിറ്റ് ഉണ്ടല്ലേ. കോഴിത്തൂവലാണ്. ഏത് ഈ സംഭവം? ഏയ് ഫ്രണ്ട്സ് കിണറ്റിക്ക് നമ്മൾ അതിസാഹസികമായി ഇറക്കിയിട്ടുണ്ട്.
കൂടെ നമ്മുടെ സാഹൻ ചേട്ടനും ഉണ്ട്. നമ്മൾ കിണറ്റത്തെ വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞിട്ട് ഇതാ ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവരാണ് കിണർ തേവുന്നത്. അപ്പോൾ അവർ കിണർ തേവാൻ വേണ്ടി നിൽക്കുകയാണ്. താവ് അല്ലേ കാല് കുത്താൻ കഴിയില്ല. അല്ല അത് ഇങ്ങനെ കോരി തീരൂലല്ലോ. എത്ര പെടുന്ന വെള്ളം കൊണ്ടായതില്ലേ? ഈ അവിടെ നിക്കണോടത്ത് നിന്നോ? കിണറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല ക്ലിയർ ഉണ്ട്. സേവലമൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിതാ ചിരട്ട കത്തിച്ചിട്ടാണ്. ഏട്ടാ അതിക്ക് ഇത് കിട്ടില്ല. ആ കത്തനുണ്ടാകെ ഇതെങ്ങനെ ഇടുക? ചിരട്ട കത്തിച്ചിട്ട് അടുത്തത് ബ്ലീച്ചിങ് പൗഡറാണ് ഈ കൊണ്ടുപോകുന്നത്. ബ്ലീച്ചിങ് പൗഡർ കൂടി നമ്മൾ കിണറ്റിലേക്ക് ഇടുന്നു. ബ്ലീച്ചിങ് പൗഡർ കിണർ നിങ്ങൾ ശുദ്ധിയാക്കുക. നിങ്ങൾ